ത്രിലോകി ഇറങ്ങി വന്നതും അവൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഇതെന്താ, കുറച്ച് മെഡിസിൻ, ത്രിലോകി നിസ്സാരമായി പറഞ്ഞിട്ട് കാറിൽ കയറി. എന്നെ വൈകിട്ട് ഫ്ലാറ്റിൽ വിട്ടാൽ മതി. എന്തേ? ഏയ്. ത്രിലോകി ഈവനിങ് അജയ് ഫ്ലാറ്റിലാക്കി തറവാട്ടിലേക്ക് വിട്ടു. വൈദു മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ ചിരിയോടെ ഒന്ന് ഫ്രഷായി വന്നു. വൈദു വൈകുന്നേരത്തെ പൂജയുടെ തിരക്കിലാണ്. തുളസിയും പൂക്കളും ചേർത്ത് മാല കെട്ടി വെച്ചിട്ടുണ്ട്. ത്രിലോക് ഒരു മുണ്ട് ഷർട്ടും ധരിച്ചു. വൈദു ഇവിടെ വന്നതിൽ പിന്നെ സാരിയോ സെറ്റുമുണ്ടോ തന്നെയാണ്. ത്രിലോക് നനഞ്ഞ തല തുവർത്തി ചീകി മുടി ഒന്നുകൂടി ഒതുക്കി താഴത്തേക്ക് ചെന്നു. നിഷയും വൈദുവും പൂക്കൾ തരംതിരിച്ച് വെച്ച് മാല കെട്ടുകയാണ്. നിഷ അലസമായി തല ഉയർത്തിയപ്പോഴാണ് ത്രിലോകിനെ കണ്ടത്. ത്രിലോകിൻ്റെ നോട്ടം മൊത്തം വൈദുവിലാണ്. നിഷ അമ്മ പറഞ്ഞത് ഓർത്ത് മുഖം താഴ്ത്തി. ഒരു ബ്ലാക്ക് ടീ കിട്ടുമോ? ത്രിലോക് വൈദുവിനെ പാളി നോക്കി. ജോലിക്കാരി അപ്പോഴേക്കും അവന് ബ്ലാക്ക് ടീ കൊണ്ടുകൊടുത്തു. ത്രിലോക് ചമ്മി. വൈദു ചുണ്ട് ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു. ത്രിലോക് ടീ വാങ്ങി വൈദുവിൻ്റെ അടുത്തിരുന്നു. ഒരു തെച്ചിപ്പൂവ് കയ്യിലെടുത്തു. എന്ത് ഗ്ലാമറാണ്, വെരി സോഫ്റ്റ്. വൈദു അവനെ തിരിഞ്ഞു നോക്കി. ത്രിലോക് കണ്ണു ചുമ്മി ചിരിച്ചു. വായിച്ചു. തെച്ചിപ്പൂവ് അവളുടെ മുടിയിൽ വെച്ചതും വൈദു അതെടുത്ത് മാറ്റിവെച്ചു. മോഹിനി വന്നപ്പോൾ ത്രിലോക് മെല്ലെ എഴുന്നേറ്റു. അജയ് എവിടെ? അവന് നാളെ നേരത്തെ ഓഫീസിലെത്തണം, അതുകൊണ്ട് ഫ്ലാറ്റിൽ നിന്നു. ഓ, അവന് ഉത്തരവാദിത്തമൊക്കെ വന്നോ? മോഹിനി പുച്ഛത്തോടെ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി. ത്രിലോക് നിശ്വസിച്ചുകൊണ്ടിരുന്നതും വൈദു വേഗം എഴുന്നേറ്റു. പൂജാമുറിയിലേക്ക് നടന്നു. ത്രിലോക് ബ്ലാക്ക് ടീ ഒന്ന് മുത്തി ഫോൺ കയ്യിലെടുത്തു. അജയ് കോഫി പിടിച്ച് ബാൽക്കണിയിൽ നിന്നു. മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത. ഫോൺ ബെല്ലടിച്ചപ്പോൾ എടുത്തു നോക്കി. ത്രിലോകാണ്. എന്താടാ? അവളൊന്നും മിണ്ടുന്നില്ല. പിന്നാലെ നടക്ക്, വേറെ വഴിയില്ല. അജയ് ഫോൺ കട്ടാക്കി. ത്രിലോക് ഫോൺ പോക്കറ്റിലിട്ട് വൈദുവിന് പുറകെ ചെന്നു. അജിയുടെ ഫോൺ പെന്നിയും ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. സ്വരം കേട്ടതും അജിയുടെ ഹൃദയം പതിവിൽ കൂടുതലായി മിടിക്കാൻ തുടങ്ങി. ഹലോ, ഞാൻ നെമിയ. പറ. അജി മിഴികൾ അടച്ചു. നെമിയ ഓർത്തു. അവൾ ഇപ്പോൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ. അത് ഞാൻ പറഞ്ഞ ജോലിക്കാര്യം. രാംനാഥ് ഹോട്ടലിലെ വൈദേഹി ആദ്യം ജോയിൻ ചെയ്തത്. ആ, പറഞ്ഞിട്ടുണ്ട്. ആ, അവിടെ നൈറ്റ് ആൻഡ് ഡേ. ഇന്ന് നൈറ്റ് ആണെങ്കിൽ നാളെ കഴിഞ്ഞിട്ടേ. അങ്ങനെ പറ്റുമോ? പറ്റും. നാളെ അവിടെ പോയി ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു സർ. നെമി നന്ദിയോടെ ചിരിച്ചു. അജി വേഗം ഫോൺ കട്ട് ചെയ്തു. തിരികെ നടന്ന ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബാഗിലേക്ക് വെച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒന്ന് ഫ്രഷായി ഫുഡ് ഓർഡർ ചെയ്തു. അത് കഴിച്ച് കിടന്നു. വൈച്ചു. എല്ലാവരും പൂജയ്ക്കിരിക്കുകയാണ്. മോഹിനിയും നിഷയും വൈദുവും. ത്രിലോക് ചെവിയുടെ അരികിൽ മന്ത്രിച്ചതും വൈദു ഒരു കണ്ണു മാത്രം തുറന്നു നോക്കി. പെട്ടെന്ന് ഞെട്ടി അവൾ കണ്ണു തുറന്നു. എന്താ ഇവിടെ? വൈദു ശബ്ദം താഴ്ത്തി. നിന്നെ കാണാനാ, പുറത്തേക്ക് വാ. ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ചു. വിട്. വൈദു കൈ വിടുവിച്ചു. മോഹിനി പുഷ്പങ്ങൾ വിഗ്രഹങ്ങൾക്ക് മേൽ ഭക്തിയോടെ എറിഞ്ഞു. നാമങ്ങൾ ഉരുവിട്ടു. മോഹിനി എഴുന്നേൽക്കാൻ നിന്നതും ത്രിലോക് വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ജോലിക്കാരി ഇത് കണ്ട് ചിരിച്ചിട്ട് തിരികെ നടന്നു. ത്രിലോക് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. വ്രതമെടുത്തവർ മാത്രം പങ്കെടുക്കേണ്ട പൂജയാണ്. പൂജ കഴിഞ്ഞ് കുറച്ചുനേരം മൗനമായി പ്രാർത്ഥിച്ചു. എല്ലാവരും കഴിക്കായിരുന്നു. ഇന്നു മുതൽ ഉത്സവ ദിവസം വരെ വ്രതം കഠിനമായി എടുക്കണം. വൈദേഹി മുറിയിൽ തനിച്ചു കിടന്നാൽ മതി. ത്രിലോക് ഫുഡ് നെറുകിൽ കയറി ചുമച്ചു. വൈദു വേഗം തലതാഴ്ത്തി. ജോലിക്കാരി അടക്കി പിടിച്ച് ചിരിച്ചു. എല്ലാവരും താഴത്തെ മുറിയിലാണ്. ത്രിലോകിന് ദേഷ്യം വന്നു. അജിയുമില്ല. രാത്രി മുറിയിൽ വരുമ്പോൾ സമാധാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. ഇനിയിപ്പോൾ അതുമില്ല. രാത്രി ഉറക്കം വരാതെ അവൻ താഴേക്കിറങ്ങി. വൈദു കിടക്കുന്ന മുറിയുടെ മുമ്പിൽ വന്നു. ചെറുതായി തട്ടി. തുറക്കുന്നില്ല. രണ്ടും കൽപ്പിച്ച് തുറന്നപ്പോൾ വൈദു കഴുത്തുവരെ പുതച്ചു കിടക്കുന്നുണ്ട്. അവൻ അവളുടെ അരികിൽ മുട്ടുകുത്തി നിന്നു. വൈച്ചു. ശബ്ദം താഴ്ത്തി വിളിച്ചതും അവൾ ഉറക്കത്തിൽ ഒന്ന് ചിരിച്ചു. ത്രിലോക് അവളുടെ ചിരി കണ്ട് അങ്ങനെ നിന്നു. ജനലിലൂടെ വരുന്ന നിലാവിൻ്റെ പ്രകാശം വൈദുവിൻ്റെ മുഖത്തിൻ്റെ തിളക്കം കൂട്ടി. വൈച്ചു. ഇപ്രാവശ്യം അല്പം ശബ്ദമുയർത്തി. വൈദു കണ്ണുകൾ ചിമ്മിത്തുറന്നു. മുറിയിലൊരു രൂപം കണ്ട് നിലവിളിക്കാൻ നിന്ന അവളുടെ വാപത്തി. വൈച്ചു. ഞാനാ. ത്രിലോക് കൈയെടുത്തു. എന്താ ഇവിടെ? വൈച്ചു കിതപ്പടക്കി. പുറത്തേക്ക് വാ, ഒരു കാര്യം പറയാനാ. പ്ലീസ്. ത്രിലോക് പുറത്തേക്കിറങ്ങി. പുറകെ വൈദു. എന്താ? അവൾ മുറ്റത്തേക്കിറങ്ങി ഇരുകൈയും കെട്ടി നിന്നു. ഞാൻ സോറി. ത്രിലോക് നെറ്റിയിൽ വിരൽ വെച്ചു. എന്തിന്? പെട്ടെന്നുള്ള മൂഡിൽ വന്നു. പിന്നെയാണ് എഗ്രിമെൻ്റ് ഓർത്തത് അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഇത് അജി പറഞ്ഞ പോലെ തന്നെ. ത്രിലോക് അവളെ എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നറിയാതെ നിന്നു. പിന്നെന്താ? വൈദു അവന് നേരെ നിന്നു. പുരികമുയർത്തി. എഗ്രിമെൻ്റ് കാരണമാണോ നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്? അതിൽ കൂടുതൽ നിനക്ക് ഒന്നും തോന്നിയിട്ടില്ലേ? ത്രിലോക് അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ വൈദു ഉമിനീരിറക്കി. അവൻ്റെ കണ്ണുകളിൽ ആഴ്ന്നിറങ്ങുന്ന പോലെ. എഗ്രിമെൻ്റ് അല്ല വൈച്ചു. അതിൽ കൂടുതൽ എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും ഒന്നുമില്ലേ? ഉമ്മറത്തെ ചെറിയ വെളിച്ചം
നിലാവിൻ്റെ വെളിച്ചവും വൈദ്യു മുഖമുയർത്തി അവനെ നോക്കി. കഴിയുന്നില്ല. ആ നോട്ടം ഭാവം തന്നെ തളർത്തുന്നു. ത്രിലോക് അവളുടെ താടിയെ പിടിച്ച് മുഖമുയർത്തി വൈദ്യു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം നീ എനിക്ക് ആരാണെന്ന്, അതുപോലെ ഞാൻ നിനക്ക് എന്താണെന്നും. എനിക്ക് കുറച്ച് സമയം കൂടി വേണം വൈച്ചു. എല്ലാം ഞാൻ പറയാം. ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ചു. വൈദ്യു നേർമയോടെ മൂളി. പോട്ടെ. അവൾ മുഖം താഴ്ത്തി തന്നെ ചോദിച്ചു. നിക്ക്, ഒരു കടമുണ്ട്. ത്രിലോക് പറഞ്ഞതും വൈദ്യു സംശയം നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി. അപ്പോഴേക്കും ഏതോ മുറിയിലെ ലൈറ്റ് ഓണായി. വൈദ്യു പേടിയോടെ അവനെ വിട്ടുമാറി അകത്തേക്ക് ഓടി റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. നെഞ്ചിൽ കൈവച്ച് നിന്ന് കിതച്ചു. എന്താ ഇപ്പോൾ ഉണ്ടായത്? ഒരു ദിവസം കൗൺസിലിങ്ങിൽ പോയപ്പോൾ ഇത്രയും മാറ്റമോ? വൈദ്യു ചിരിയോടെ ഓർത്തിട്ട് ബെഡിലേക്ക് ഇരുന്നു. ത്രിലോക് ആരും കാണാതെ മുകളിലേക്ക് കയറി റൂമിൽ പോയി ഡോർ ലോക്കാക്കി. ഭാഗ്യം അവിടെ ലൈറ്റ് തെളിഞ്ഞത്. വൈച്ചുവിനെ ഒന്ന് കിസ് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷെ കഴിഞ്ഞില്ല. ലൈറ്റ് അപ്പോൾ തെളിഞ്ഞില്ലെങ്കിലും തന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. ത്രിലോക് ആദ്യ മനസ്സോടെ ബെഡിൽ കിടന്നു. നാളെ കൗൺസിലിംഗ് ഉണ്ട്. അവൻ കണ്ണുകളടച്ചു. അപ്പോൾ കൺമുന്നിൽ തെളിഞ്ഞത് വൈച്ചുവാണ്. ഈ പെണ്ണ്. ത്രിലോക് ചിരിച്ചിട്ട് തലയണ കെട്ടിപ്പിടിച്ച് കിടന്നു. പിറ്റേ ദിവസം ത്രിലോക് രാവിലെ നേരത്തെ ഇറങ്ങി. കൗൺസിലിംഗ് കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക്. അജയ് അവിടെ ഹാജരാണ്, പക്ഷെ മുഖം അത്ര തെളിച്ചമില്ല. എന്തു പറ്റി? ത്രിലോക് ഫയൽ നോക്കി സീറ്റിലേക്ക് ഇരുന്നു. ഞാനിന്ന് ഈവനിങ് അബ്രോഡ് പോവും. ജോസ്ലിൻ. നെക്സ്റ്റ് വീക്ക് മാരേജാണ്. നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ. ഏയ് അങ്ങനെയല്ല, എന്നാലും ആരെയോ മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീല്. ആരെയോ? അത് പോട്ടെ. വൈദ്യയുടെ ഫ്രണ്ടില്ലേ നെമി, അവൾക്ക് ഹോട്ടലിൽ ജോബ് ശരിയാക്കിയിട്ടുണ്ട്. നീ ആ മാനേജറോടൊന്ന് സൂചിപ്പിക്കണം. ഞാൻ നാളെ ഉണ്ടാവില്ലല്ലോ, അതാ. ത്രിലോക് തലയാട്ടി വീണ്ടും ഫയലിലേക്ക് നോക്കി. അജയ് എഴുന്നേറ്റു. റിട്ടേൺ എപ്പോഴാ? എന്തായാലും 2 വീക്സ് അവിടെ തന്നെ. ഫ്ലൈറ്റ് എപ്പോഴാ? 3-ന്. എന്നാൽ നീ പൊക്കോ. അജയ് ഒന്ന് മൂളിക്കൊണ്ട് കയ്യിലുള്ള ഫയൽ അവനെ ഏൽപ്പിച്ച് പുറത്തേക്ക് നടന്നു. പോയി കഴിഞ്ഞാൽ വരാൻ കുറച്ചാവും. അതിനുള്ള ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അവൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു. നശിച്ച മനസ്സും ദുഷിച്ച ചിന്തകളും. അജയ് സ്വയം പിറാകി കാറെടുത്ത് ഫ്ലാറ്റിലേക്ക് പോയി. ഡ്രസ്സെല്ലാം മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ട്. സമയം 1 മണിയായിട്ടേ ഉള്ളൂ. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് അജയ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. നെമിയാണ്. ആ നെയിം കണ്ടതും മനസ്സിലൊരു തണുപ്പ് വരുന്നത് അവൻ അറിഞ്ഞു. ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ അജയ് സാർ. ഹലോ, പറ. ഞാനിന്ന് ഹോട്ടലിൽ പോയി നോക്കാൻ. എനിക്ക് കറക്റ്റ് പ്ലേസ് ഒന്ന് പറയോ? ലൊക്കേഷൻ അയച്ചാലും മതി. അജയുടെ ഹൃദയമിടിപ്പ് കൂടി. താനിപ്പോൾ എവിടെ? ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിലുണ്ട്. 10 മിനിറ്റ്. അജയ് ഫോൺ കട്ടാക്കി വേഗം എഴുന്നേറ്റ് കീ എടുത്ത് താഴേക്കോടി. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. വേഗം ഓടി ആളുടെ അടുത്ത് എത്താൻ വെമ്പുന്ന മനസ്സ്. അജിയുടെ കാർ വരുന്ന കണ്ട് നെമി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നിന്നു. അവൻ കാർ നിർത്തിയതും നെമി വന്നു കയറി. ഞാൻ ഇറങ്ങുന്നില്ല, താൻ പോയി പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചോളാം. ഞാൻ കുറച്ച് ബിസിയാണ്. അയ്യോ, ബിസിയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. ഏയ്, എനിക്ക് ഫ്ലൈറ്റിന് ടൈമായിട്ടില്ല. എങ്ങോട്ട് പോവാ? അബ്രോഡ് പോകണം. വേണ്ടപ്പെട്ട ഒരാളുടെ മാരേജ്. അജി ഒന്ന് നിശ്വസിച്ചു. ഫ്രണ്ടാണോ? ഗേൾ ഫ്രണ്ട്. നെമി അവനെ നോക്കി. വിഷമം ഇല്ലേ? ഇല്ലാതില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ പിരിയുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നെമിക്കത് അറിയാമെങ്കിലും അജി പറഞ്ഞു കേട്ടപ്പോൾ എവിടെയൊരു നോവ്. അപ്പോൾ മാരേജ് ചെയ്യാമായിരുന്നില്ലേ? ഏയ്. അജി അത്രമാത്രം പറഞ്ഞപ്പോൾ നെമി പിന്നെ അതേക്കുറിച്ച് ചോദിക്കാൻ നിന്നില്ല. എപ്പോൾ തിരിച്ചു വരും? നെമിയുടെ വിരലുകൾ വിറയലോടെ ബാഗിൽ ചുരുങ്ങി. 2 വീക്സ് കഴിഞ്ഞ്. ചിലപ്പോൾ കൂടും. അജി അവളുടെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി. അവളുടെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും തന്നെയില്ല. അജി വീണ്ടും ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. പിന്നെ രണ്ടാളും ഒന്നും മിണ്ടിയില്ല. ഹോട്ടലിൽ എത്തിയപ്പോൾ അജി പുറത്ത് തന്നെ കാർ നിർത്തി. നെമി അവനെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി. ശരി എന്നാൽ. നെമി തലയാട്ടി. അജി കാറ് റിവേഴ്സ് എടുത്തു. അവൻ്റെ കാർ അകന്നു പോകുമ്പോൾ നെമിക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. ഫ്ലൈറ്റ് കയറുമ്പോഴൊക്കെ എവിടെയോ എന്തോ മിസ്സിങ് വല്ലാത്ത ഫീൽ ചെയ്തു. അജി മിഴികൾ ഇറുക്കി അടച്ച് കിടന്നു. ദിവസങ്ങൾ വേഗം കടന്നുപോയി. ത്രിലോകും വൈദ്യവും മെല്ലെ അടുക്കാൻ തുടങ്ങി. ഉത്സവത്തിന് വ്രതം മുറിച്ചെങ്കിലും അജി വരുന്നവരെ തറവാട്ടിൽ തന്നെ നിൽക്കാൻ മോഹിനി പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം ആദ്യമായാണ് വൈദ്യവും ത്രിലോകും തനിച്ചൊരു മുറിയിൽ. ഉത്സവ തിരക്കിൽ അവളെ ഇടയ്ക്കൊന്ന് കണ്ടെങ്കിലും രാത്രിയാവാൻ ത്രിലോക് കാത്തിരുന്നു. വൈദ്യു വന്നപ്പോൾ കുറച്ച് വൈകി. ത്രിലോക് മെഡിസിൻ കഴിച്ച് കിടന്നിട്ടുണ്ട്. വൈദ്യു അവനെ ഒന്ന് നോക്കിയിട്ട് ബെഡിന് ഓരം ചേർന്ന് കിടന്നു. കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെ വലയം ചെയ്തു. പെട്ടെന്നാണ് ത്രിലോക് കണ്ണു തുറന്നത്. എന്തേ, എന്നെ നോക്കി കിടക്കായിരുന്നോ? പിന്നെ ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. വൈദ്യു ചുണ്ടുകൂട്ടി കണ്ണുകളടച്ചു. ത്രിലോക് പുഞ്ചിരിയോടെ അവളെ നോക്കി കിടന്നു. കണ്ണു തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിലും വൈദ്യു കണ്ണു തുറക്കാൻ നിന്നില്ല.
അവളുടെ കൃഷ്ണമണിയുടെ ചലനം കണ്ടപ്പോൾ ത്രിലോക ചുണ്ടുള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൈദു ശരിക്കും ഉറങ്ങിപ്പോയി. അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് ത്രിലോകം മിഴികൾ പൂട്ടി. ഉത്സവ ദിവസം വന്ന ജയ തിരിച്ചു പോയില്ല. അതുകൊണ്ട് വൈദുവിന് അവിടെ നിൽക്കാൻ തീരെ താല്പര്യം തോന്നിയില്ല. പക്ഷേ ത്രിലോകിനോട് തുറന്നു പറയാൻ കഴിയാതെ അവൾ ആകെ വിഷമിച്ചു. ത്രിലോകും അങ്ങനെ തന്നെ. ജയ പഴയ പോലെ ഒന്നുമില്ലെങ്കിലും അവരുടെ സാന്നിധ്യം കാരണം മനസ്സ് വലിയൊരു നിരാശ നിറഞ്ഞ പടുകുഴിയിലേക്ക് മാറി. കൗൺസിലിംഗ് അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ജയയെ നേരെ നിന്ന് ഫേസ് ചെയ്യാൻ അവനെ കൊണ്ടായില്ല. രണ്ടാൾ സ്നേഹത്തോടെ എന്തേലും സംസാരിക്കുന്നതിന് മുമ്പേ നിശയോ ജയോ അവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് പതിവായി. ജോലിക്കാരി ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മോഹിനിയോട് അവർ സൂചിപ്പിക്കാമെന്ന് കരുതി. മേഡം, ജോലിക്കാരി വിളിച്ചപ്പോൾ മോഹിനി കഴിക്കുന്നതിൽ നിന്ന് നോട്ടം മാറ്റി അവരെ നോക്കി. എന്താ ചേച്ചി? അല്ല, ആ കുഞ്ഞുങ്ങൾ എന്നാ പോകുന്നേ? അതെന്താ ചേച്ചിക്ക് അവർ പോവാതെ വല്ല പ്രശ്നം? മോഹിനിയുടെ വിരിനെറ്റിയിൽ വരകൾ വീണു. അയ്യോ അതല്ല, കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയുള്ളൂ. ഇവിടെ ഇത്ര ആൾക്കാർ ഉള്ളതുകൊണ്ട് രണ്ടാളും ആരും കാണാതൊക്കെയാ ഓരോന്ന്. അവർക്ക് ഇവിടെ മടുത്തെന്ന് തോന്നുന്നു. മോഹിനി അവർ പറഞ്ഞതൊന്ന് ആലോചിച്ചു. ശരിയാണ്. എന്തായാലും ത്രിലോകിനോട് നാളെ സംസാരിക്കാമെന്ന് കരുതി മോഹിനി എഴുന്നേറ്റു. ത്രിലോക അപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന വൈദുവിൻ്റെ മുഖത്ത് നോക്കി പ്രണയിക്കുന്ന തിരക്കിലായിരുന്നു.